അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. ദൈവമേ, എന്നോട് കരുണ തോന്നണമേ. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ എന്നെ ചവിട്ടിമെതിക്കുന്നു. യോദ്ധാവ് ദിവസം മുഴുവൻ എന്നെ ഞെരുക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവമേ, എന്നോട് കരുണ തോന്നണമേ. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ എന്നെ ചവിട്ടിമെതിക്കുന്നു. യോദ്ധാവ് ദിവസം മുഴുവൻ എന്നെ ഞെരുക്കുന്നു. ദിവസം മുഴുവൻ ശത്രുക്കൾ എന്നെ ചവിട്ടിമെതിക്കുന്നു. അനേകം യോദ്ധാക്കൾ എനിക്കെതിരെ പ്രബലപ്പെടുന്നു. രാവും പകലും ഞാൻ ഭയപ്പെടുകയില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു. ദൈവത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. അവിടുന്നിൽ ഞാൻ സമാശ്രയിക്കുന്നു. ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്തു ചെയ്യാനാകും? അവർ ദിവസം മുഴുവൻ എനിക്കെതിരായി ആലോചിക്കുന്നു. എനിക്കെതിരെ തിന്മ നിരൂപിക്കുന്നു. അപായപ്പെടുത്താൻ ഒളിവിൽ കാത്തിരിക്കുന്നവരെ പോലെ അവർ എന്റെ കാൽപ്പാടുകൾ നിരീക്ഷിക്കുന്നു. അവനെ രക്ഷിക്കാൻ ആരുമില്ലെന്ന് അവർ പറഞ്ഞു. ജനതകളോടുള്ള കോപത്തിൽ അങ്ങ് അവരെ വിധിക്കണമേ. ദൈവമേ, എന്റെ വിശ്വാസം ഞാൻ അങ്ങേ അറിയിച്ചു. എന്റെ കണ്ണീർ കണങ്ങൾ തിരുസന്നിധിയിൽ സൂക്ഷിക്കണമേ. അങ്ങയുടെ ഗ്രന്ഥത്തിൽ അവ രേഖപ്പെടുത്തണമേ. എന്റെ ശത്രുക്കൾ ലജ്ജിച്ച് പിന്തിരിയട്ടെ. ദൈവം എന്നോട് കൂടെയാണെന്ന് ഞാൻ അറിയുന്നു. ദൈവവചനം ഞാൻ കീർത്തിക്കുന്നു. ദൈവത്തിൽ സമാശ്രയിക്കുന്നു. ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്തു ചെയ്യാനാകും? അങ്ങേക്കുള്ള നേർച്ചകൾ ഞാൻ നിറവേറ്റും. കൃതജ്ഞതയോടെ ഞാൻ ബലിയർപ്പിക്കും. എന്റെ ആത്മാവിനെ മരണത്തിൽ നിന്നും പാദങ്ങളെ വീഴ്ചയിൽ നിന്നും അങ്ങ് സംരക്ഷിച്ചു. ദൈവമേ, ജീവിക്കുന്നവരുടെ നാട്ടിൽ അങ്ങയുടെ സമക്ഷം ഞാൻ സംപ്രീതനാകുന്നതിന് വേണ്ടി തന്നെ.
ദൈവമേ, എന്നോട് കരുണ തോന്നണമേ. എന്തുകൊണ്ടെന്നാൽ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. കഷ്ടത തീരുന്നത് വരെ അങ്ങയുടെ ചിറകുകളുടെ കീഴിൽ എന്നെ കാത്തുകൊള്ളണമേ. അത്യുന്നതനായ ദൈവത്തെ, എന്റെ രക്ഷകനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് തന്റെ കൃപയും സത്യവും അയച്ച് അവിടുന്ന് എന്നെ രക്ഷിച്ചു. എന്റെ ശത്രുക്കളെ നിന്നാപാത്രങ്ങളാക്കി നായ്ക്കളിൽ നിന്ന് എന്നെ രക്ഷിച്ചു. എന്തുകൊണ്ടെന്നാൽ മനമടുത്ത് ഞാൻ മയങ്ങിപ്പോയിരുന്നു. മനുഷ്യരുടെ പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളുമാകുന്നു. അവരുടെ നാവ് മൂർച്ചയുള്ള വാള് പോലെയാകുന്നു. ദൈവമേ, ആകാശത്തിനു മേൽ അങ്ങ് ഉയർന്നു നിൽക്കണമേ. ദിവ്യമഹത്വം ഭൂമിയിൽ നിറയട്ടെ. അവർ എന്റെ കാലുകൾക്ക് കെണിവെച്ച് എനിക്കായി കുഴി കുഴിച്ചു. അവർ തന്നെ അതിൽ വീണു. എന്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു. ദൈവമേ, എന്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു. ഞാൻ അങ്ങയെ സ്തുതിക്കുകയും അങ്ങേക്ക് കീർത്തനം ആലപിക്കുകയും ചെയ്യും. എന്റെ കിന്നരമേ ഉണരുക, വീണയും തമ്പുരവും ഉണരട്ടെ. പുലരിയിൽ ഞാൻ ഉണർന്നിരിക്കും. ദൈവമേ, ജനങ്ങളുടെ ഇടയിൽ ഞാൻ അങ്ങയെ വാഴ്ത്തും. ജനതകൾക്കിടയിൽ തിരുനാമം സ്തുതിക്കും. അങ്ങയുടെ കൃപ ആകാശത്തോളം വിശാലമാകുന്നു. അങ്ങയുടെ വിശ്വസ്തത വാനോളം ഉന്നതമാകുന്നു. ദൈവമേ, ആകാശത്തിന് മേൽ അങ്ങ് ഉയർന്നു നിൽക്കണമേ. ദിവ്യമഹത്വം ഭൂമിയിൽ നിറയട്ടെ. മനുഷ്യരെ, നിങ്ങളുടെ സംസാരം നീതിനിഷ്ഠമാണോ? നിങ്ങളുടെ വിധികൾ ന്യായപൂർവമാണോ? ഭൂമിയിൽ നിങ്ങളെല്ലാവരും തിന്മ പറയുന്നു. നിങ്ങളുടെ കരങ്ങൾ അധർമ്മത്തിൽ കുരുങ്ങിക്കിടക്കുന്നു. ഉദരത്തിൽ വെച്ച് തന്നെ അധാർമികർ അകന്നുപോയി. വ്യാജം പറയുന്നവർ ജനനം മുതൽ വഴി പിഴച്ചിരിക്കുന്നു. അവരുടെ കോപം ഉഗ്രസർപ്പത്തിന്റെ ഇതുപോലെയാണ്. മന്ത്രവാദികളുടെയും പാമ്പാട്ടിയുടെയും സ്വരം കേൾക്കാതിരിക്കാൻ ചെവിയടയ്ക്കുന്ന അണലിയുടേതുപോലെ തന്നെ. അവർ അഗ്നിയിൽ ഉരുകിത്തീരുന്ന മെഴുകുപോലെയാകും. പ്രകാശം പരന്നെങ്കിലും അവർ സൂര്യനെ കാണുകയോ ഗ്രഹിക്കുകയോ ചെയ്തില്ല. അവരുടെ മുള്ളുകൾ മുൾപടർപ്പായി തീരും. കോപം അവരെ അസ്വസ്ഥരാക്കും. നീതിമാന് പ്രതിഫലമുണ്ടെന്നും ഭൂമിയിൽ വിധിയാളനായി ദൈവമുണ്ടെന്നും മനുഷ്യർ പറയും. നീതിനിഷ്ഠരെ ദൈവം സംരക്ഷിക്കുന്നു. ദുഷ്ടരെ ദൂരെ അകറ്റുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങേ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ. മരിച്ചവർ സിംഹാസനത്തിങ്കൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അന്ത്യവിധിക്കായി വിധിയാളൻ സിംഹാസിതനായി അണയുമ്പോൾ മാലാഖമാരുച്ചത്തിൽ കാഹളമോതി വിളിക്കുമ്പോൾ ന്യായാധിപരുടെ തിരുമുൻപിൽ നിന്നെ നിർത്തിടും ആ നിമിഷം. ദുർഭഗയാമെന്നാത്മാവേ, നിസ്ഥിതി പാരം ദയനീയം. എവിടെ നിന്ന് എൻ്റെ സഹായകൻ വരും? തിന്മകൾ തൻ തിമിരത്താലിൽ അന്ധത മുറ്റിയ നയനങ്ങൾ വിധി ദിവസം വന്നണയുമ്പോൾ പാപം തെളിവായി കണ്ടിടും. നിന്നാവഹമാം പാപങ്ങൾ നിന്നെ വിധിക്കും നിമിഷത്തിൽ. എവിടെ നിനക്കായി ആത്മാവേ അഭയം നീ കണ്ടെത്തിയിടും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അനുതാപത്താൽ ഉരുകാനും തിന്മ വെടിഞ്ഞു ചരിക്കാനും നന്മയിൽ അനിശം നീങ്ങാനും സമയമിതാണെന്നറിയൂ നീ. തിന്മകളേറ്റു പറഞ്ഞിപ്പോൾ താപമയെന്നു കരഞ്ഞിടൂ.
ദൈവത്തിൻ തിരുസന്നിധിയിൽ യാചിച്ചിടുക കരുണയ്ക്കായി. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം, ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ. കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ. കരുണാമയനാം കർത്താവേ, ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ. സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ. ഒരുമയോടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവീശോ മിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയരും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, അങ്ങ് മൗനമായിരിക്കരുതേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, അങ്ങ് മൗനമായിരിക്കരുതേ. അങ്ങ് നിശബ്ദനായിരുന്നാൽ കുഴിയിലേക്ക് പോകുന്നവരോടൊപ്പം ഞാനും നശിച്ചു പോകും. ഞാൻ അങ്ങയുടെ പക്കൽ നിലവിളിക്കുന്നു, വിശുദ്ധാലയത്തിലേക്ക് കരങ്ങൾ ഉയർത്തുന്നു. എന്റെ യാചനയുടെ സ്വരം ശ്രവിക്കണമേ. കർത്താവാണ് എന്റെ സഹായവും ആശ്രയവും. എന്റെ ഹൃദയം കർത്താവിൽ ശരണപ്പെടുന്നു. ശരീരം പുഷ്ടി പ്രാപിക്കുകയും ചെയ്യുന്നു. പ്രകീർത്തനങ്ങളാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അവിടുന്നാണ് തന്റെ ജനത്തിന്റെ ശക്തി, തന്റെ അഭിഷിക്തന്റെ രക്ഷകനും സഹായകനും. കർത്താവേ, അങ്ങയുടെ ജനത്തെ രക്ഷിക്കണമേ. അങ്ങയുടെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. അവരെ അങ്ങ് മേയ്ക്കണമേ, എന്നേക്കും നയിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവചരാചര സൃഷ്ടാവേ, നിൻ സത്യവർണ്ണ്യം അതിമഹനീയം. നിൻ സ്തുതി പാടാൻ തീർത്ഥവശക്തം ആരംഭവും മാനവഗണവും. യോഗ്യതയറ്റൊരു മാനവ
പൗലോസ് ശ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. നീ യഹൂദനെന്ന് വിളിക്കപ്പെടുന്നു, നിയമത്തിൽ ആശ്രയിക്കുന്നു, ദൈവത്തിൽ അഭിമാനം കൊള്ളുന്നു. നീ നിയമം പഠിച്ചിട്ടുള്ളതിനാൽ ദൈവഹിതം അറിയുകയും ശ്രേഷ്ഠമായതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നു. ജ്ഞാനത്തിൻ്റെയും സത്യത്തിൻ്റെയും മൂർത്തരൂപം നിയമത്തിൽ നിനക്ക് ലഭിച്ചിരിക്കുന്നതുകൊണ്ട് നീ അന്ധന്മാർക്ക് വഴികാട്ടിയും ഇരുട്ടിലിരിക്കുന്നവർക്ക് വെളിച്ചവും അജ്ഞർക്ക് ഉപദേഷ്ടാവും കുട്ടികൾക്ക് അധ്യാപകനും ആണെന്ന് നിനക്കുറപ്പുണ്ടെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന നീ നിന്നെ തന്നെ പഠിപ്പിക്കാത്തതെന്ത്? മോഷ്ടിക്കരുത് എന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ? വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുന്ന നീ വ്യഭിചാരം ചെയ്യുന്നുവോ? വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ദേവാലയം കവർച്ച ചെയ്യുന്നുവോ? നിയമത്തിൽ അഭിമാനിക്കുന്ന നീ നിയമം ലംഘിച്ച് ദൈവത്തെ അപമാനിക്കുന്നുവോ? നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം വിജാതിയരുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. സർവശക്തനും നിത്യനും ഉന്നതങ്ങളിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവർക്കായി എല്ലാ നന്മകളും വിശ്വസ്തനായ അബ്രാഹാം വഴി വാഗ്ദാനം ചെയ്യുകയും തന്റെ പ്രിയപുത്രനിലൂടെ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തിന്മയുടെ ഇരുളിൽ കഴിയുന്നവരെല്ലാം സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഏക സൃഷ്ടാവും സൃഷ്ടികളുടെ എല്ലാം പരിപാലകനും ഉജ്ജ്വല പ്രകാശത്തിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മിശിഹായുടെ സഭ മുഴുവന്റെ നല്ലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാലയോ പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ പിതാവും നല്ലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എല്ലാറ്റിനെയും കൃപാപൂർവ്വം ഭരിക്കുന്ന കാരുണ്യവാനായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്വർഗത്തെ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ മിശിഹായെ, നിന്റെ രണ്ടാമത്തെ വരവിൽ ഞങ്ങളെ വിജയശ്രീലാളിതരാക്കുകയും നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് ശാന്തി പ്രദാനം ചെയ്യുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും